കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി തെങ്ങിൻ തൈകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ കടയപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഹൈബീഡൻ എം.പി തെങ്ങ് പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒരു കൂട്ടായ്മയിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്നേഹാദരവുകൾ ശ്രീ സേവ്യർ രാജു എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകന് നൽകുന്ന ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ നിങ്ങളോടൊപ്പം സന്നിഹിതനായിട്ടുള്ളത്. ഇന്നലെയായിരുന്നു ലോക പരിസ്ഥിതി ദിനം. അധ്യക്ഷൻ അഗസ്റ്റിൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ഒരു ചിത്രം മാധ്യമങ്ങളിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വൃക്ഷത്തൈകൾ നൽകാറുള്ളതാണ്. അതിലെത്ര വൃക്ഷത്തൈകൾ അടുത്ത പരിസ്ഥിതി ദിനത്തിൽ ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. ഞാനും ഇന്നലെ കുറച്ച് കണിക്കൊന്നകൾ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ ഹാപ്പിനെസ് സർക്കിൾ എന്ന് പറയുന്ന ഒരു സംഘടന പരിസ്ഥിതിയിൽ വരുന്ന അപകടകരമായ മാറ്റങ്ങളെക്കുറിച്ചും പരിസ്ഥിതി ദിനത്തിൽ ചെയ്യുന്ന പ്രകൃതി സംരക്ഷണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനെ പറ്റിയും തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഹൈബീഡൻ പറഞ്ഞു. വരും തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഈ പരിസ്ഥിതി ദിനത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ റവറൻഡ് ഫാദർ അഗസ്റ്റിൻ കടയപ്പറമ്പിൽ ഓർമ്മപ്പെടുത്തി. ചടങ്ങിൽ വാർത്താമാധ്യമ രംഗത്ത് തന്റെ സ്വതസിദ്ധമായ കഴിവിലൂടെ മുൻനിരയിൽ എത്തിച്ചേർന്ന് തന്റെ പ്രവർത്തന രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ നേടിയെടുക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറിയ മാധ്യമ പ്രവർത്തകൻ സേവ്യർ രാജുവിനെ ആദരിച്ചു. കൊച്ചി നഗരസഭാ പ്രതിപക്ഷ നേതാവും 1-ാം ഡിവിഷൻ കൗൺസിലറുമായ അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, കൗൺസിലർ ഷീബാലാൽ, സേവ്യർ രാജു എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, പ്ലാസ്റ്റിക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വശങ്ങൾ നമുക്കറിയാം. കടലിലായാലും കായലിലായാലും പരിസരത്തായാലും പ്ലാസ്റ്റിക് ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ആ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൂഷ്യഫലങ്ങൾ നമുക്കറിയാം. കടലിലും കായലിലും ഒക്കെ മത്സ്യങ്ങളൊക്കെ കഴിച്ച് അപകടത്തിൽപ്പെടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കാട്ടിലുള്ള മൃഗങ്ങൾ. കൊച്ചിൻ സോഷ്യൽ സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ജെയ്ഫിൻ ദാസ് കട്ടിക്കാട് സ്വാഗതവും കോർഡിനേറ്റർ ലാലി സേവ്യർ നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.